ഹായ് ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം. ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്ടിലെ സംക്രാന്തിക്കൊക്കെയാണ് നമ്മൾ കൂടാറുള്ളത്. അപ്പോൾ കൂടുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ 3 പേർ ഈ സോഫയിൽ അങ്ങനെ കണ്ട് വിശാലമായിട്ടിരുന്ന്, അല്ലെങ്കിൽ അങ്ങനെ സൈഡിലിരിക്കണ പോലെ അവിടെ ഇരുന്ന് ഒരു സിനിമ പാസ്സാക്കും. അത് പുതിയ പടം കാണണമെന്നൊന്നുമില്ല, ഏതെങ്കിലും പടം കണ്ട് എന്തെങ്കിലും 2 വർത്തമാനം പറയാൻ പറ്റി എന്തെങ്കിലുമൊക്കെ പടം ഇരുന്ന് അങ്ങോട്ട് കാണും. അങ്ങനെ ഇന്ന് നമ്മൾ കാണാനെടുത്തേക്കുന്ന പടം എന്ന് പറയുന്നത് വിജയുടെ തന്നെ മെർസലാണ് നമ്മളിന്ന് കാണാനെടുത്തേക്കുന്ന പടം അവിടെ ടി വിയിൽ നടക്കുന്നു. അധികം ആർഭാടമായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും. ഇതൊന്ന് പടം കണ്ട് തീർക്കണം, ഉറങ്ങണം, നാളെ ജോലിക്ക് പോകണം. ഇപ്പം സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഒരു 2 മണിയാകുമ്പോഴേക്കും കിടക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പൊന്നുമില്ല, കാരണം എങ്ങനെയാണല്ലോ, ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനത്തെ ഓരോരോ ഒത്തുകൂടലുകൾ വരുന്നത്. ഒത്തുകൂടൽ സ്കിപ്പ് ചെയ്ത് കളയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, തള്ളി മറയ്ക്കുന്നില്ല. ഹാനികരമായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കൂടലുകൾ. നമ്മൾ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, ഹെൽത്തി ആയിട്ടുള്ള പരിപാടി, ആർഭാടമാക്കുന്നില്ല, ഹെൽത്തി ആയിട്ടുള്ള പരിപാടികൾ. വിജയ് ഇപ്പോൾ വരും കേട്ടോ, വിജയ് ഇപ്പോൾ വരും. നമുക്ക് സാഗറിനോട് ഒരു സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സാഗറെ, ഇജ്ജ് ഗ്രാജുവേറ്റ് ആയല്ലോ, അതെ. അടുത്ത പരിപാടി എന്താ? മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ട്. എന്തുകൊണ്ട് മാസ്റ്റേഴ്സ്? എന്തുകൊണ്ട് ജോലിക്ക് നോക്കിയില്ല? ഞാൻ വിചാരിച്ചു ഇപ്പം പഠിക്കുന്ന ട്രാക്കിലുള്ളത് കൊണ്ട്, ജസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലേ ഉള്ളൂ, ഞാനൊരു 1 കൊല്ലം ഗ്യാപ്പ് 2 കൊല്ലം ഗ്യാപ്പ് എടുത്ത് വർക്ക് ചെയ്ത് പിന്നെ ആ പഠിത്തത്തിന് ട്രാക്കിലേക്ക് എത്തിപ്പെടുമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആവുമെന്ന് അറിയില്ല. ആ ഒരു ഫ്ലോ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഈ TRCയും എല്ലാ ഇവിടുത്തെ സിറ്റുവേഷൻസ് കാരണം ഞാൻ കംപ്ലീറ്റ്ലി കൺഫേം ആയിട്ട് കിട്ടില്ല ഞാൻ മാസ്റ്റേഴ്സിനാണോ പോകുന്നത് അല്ലെങ്കിൽ ജോലി ട്രൈ ചെയ്യാനാണോ നോക്കുന്നത്. ഒരു സെപ്റ്റംബർ അവസാനം വരെ എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് ഞാൻ എല്ലാം ഒരു ഫ്ലോയിൽ പോവുകയാണെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യും. അതല്ല എന്നാണെങ്കിൽ ഞാൻ ഒരു ജോലി ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ സ്റ്റഡീസ് ഇവിടെ പോളണ്ടിൽ വീക്കെൻഡിൽ പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം അത് എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്, പക്ഷേ കൺഫേം ചെയ്തിട്ടില്ല. കുറച്ചുകൂടി ടൈം വേണം, അതിനുശേഷം തീരുമാനിക്കുള്ളൂ. മൊത്തത്തിൽ പല തീരുമാനങ്ങൾ, കുറേ ഇപ്പം പഠിക്കാനുള്ള പ്രായമാണ്, പഠിക്കുക, അതാണ് മൈൻഡ്. അതെ, കുറേ ഐഡിയാസും പ്ലാനുകളും ഉണ്ട്. പക്ഷെ എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിലും അതിൻ്റെ പിന്നിൽ വേണ്ട മെയിനായിട്ടൊരു കാര്യം പൈസ എന്നുള്ളതാണ്. എനിക്ക് വീട്ടുകാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പഠിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. സ്വന്തം മെനക്കെട്ട് പൈസ ഉണ്ടാക്കി ആ പൈസയിൽ പഠിച്ച് എന്തെങ്കിലും ആയിപ്പെടണം, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ ഫോർ ദ ടൈം ബീങ് ഒരു പ്ലാൻ ഉണ്ട്. 2 മാസത്തിനുള്ളിൽ ആ പ്ലാൻ ശരിയാവുമെങ്കിൽ ഹോപ്പ്ഫുള്ളി ആ ഒരു ട്രാക്കിൽ പോകും. അല്ലെങ്കിൽ എന്താണോ എൻ്റെ തലവര ദൈവം വരച്ചിട്ടുള്ള ആ ഒരു ഫ്ലോയിൽ പോകും. എന്തായാലും ഒരു പോസിറ്റീവ് രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെൻഷൻസും ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു ചോദ്യം കൂടി. ഇപ്പം പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റി, പഠിച്ചിറങ്ങുന്ന സിറ്റി, അതും ജോലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ? ഞാൻ പഠിച്ചിറങ്ങിയ സിറ്റി എന്ന് പറഞ്ഞാൽ വ്രോട്സ്ലാവ് ആണ്, പോളണ്ടിൽ. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് വ്രോട്സ്ലാവ് എന്ന സിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നൊരു സിറ്റിയാണ് പോളണ്ടിൽ നോക്കുമ്പോൾ. വാർസോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് അതിൻ്റെതായ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇവിടെ കമ്പനീസ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇവിടെയുള്ള കമ്പനീസ് എന്ന് പറഞ്ഞാൽ പൊതുവേ എൻ്റെ അറിവിൽ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തപ്പോഴൊക്കെ അവർ നോക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ച് ലെവലിൽ നമ്മളൊരു ജോലിക്ക് പൊസിഷനിലേക്ക് കയറാനുള്ള ആപ്ലിക്കേഷൻസാണ് ഞാൻ കൂടുതലും ഈ ലിങ്ക്ഡിനിലും OLXിലും അങ്ങനത്തെ ജോബ് പോർട്ടൽസിലും കണ്ടിട്ടുള്ളത്. വാർസോയിൽ കുറേ ഈ സ്റ്റാർട്ടപ്സ് ഉണ്ട്, പുതിയ കമ്പനീസിൽ. പിന്നെ അവർ ഇൻ്റർനാഷണൽ കമ്പനീസ് കുറേ ഉണ്ട്. അപ്പോൾ അതിനാൽ ഇംഗ്ലീഷ് ബേസിസിൽ മാത്രം എനിക്ക് ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇവിടെ ഈ സിറ്റിയിൽ ഇവിടെ ഇംഗ്ലീഷിൽ കിട്ടാൻ പറ്റായിട്ടല്ല, പക്ഷെ അത്ര എളുപ്പമല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുക. എന്നാലും കിട്ടില്ല എന്നല്ല, സിറ്റിയും ഒരു ഫാക്ടറാണ്. സിറ്റി ഒരു ഫാക്ടറാണെന്ന് നമുക്ക് ഒരു ചെറിയ ശതമാനത്തിൽ കൂട്ടി പറയാം. പക്ഷെ അതിനും പുറമെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത്
ലക്ക്. കോഴ്സ് പറഞ്ഞില്ല, കോഴ്സ് ഞാൻ പഠിച്ചത് ഇന്റർനാഷണൽ റിലേഷൻസ് ഗ്ലോബൽ സ്റ്റഡീസ് ആണ്. അതും കൂടി ഒരു ഫാക്ടറാണ് കേട്ടോ. അതെ, ഞാൻ പഠിച്ച കോഴ്സിൽ ഞാൻ സ്വന്തമായി നടത്തിയ റിസർച്ചിൽ എനിക്ക് മനസ്സിലായത് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത് വാർസോ അല്ലെങ്കിൽ ക്രാക്കോ, ഈ 2 സിറ്റീസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ടുള്ളത്. ഞാൻ പഠിച്ചൊരു കോഴ്സ്. പക്ഷെ ഞാൻ ബാച്ചിലേഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബാച്ചിലേഴ്സ് മാത്രം പഠിച്ചിട്ട് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടില്ല, പക്ഷെ എന്നാലും അതെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പക്ഷെ ഞാനൊരു മാസ്റ്റേഴ്സും കൂടി പഠിച്ചിട്ട് പിന്നെ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. അതെ, മതി, ഇത്ര തള്ളിയാൽ മതി, നമുക്ക് അടുത്ത ദിവസം ബാക്കി തള്ളാം. എൻ്റെ കാല് വരയിച്ചു എനിക്കട്ടെ. അതായത് ഇത്ര നേരം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയേ ഔഷധിയായി. അവനെന്നാലും പറഞ്ഞത് കാര്യമാണ് കേട്ടോ. അതായത് എക്സ്പീരിയൻസ്, സിറ്റി, കോഴ്സ് മുതലായ സാധനങ്ങളെ പരിഗണിക്കുക. പിന്നെ BBA പാസ്സായി ഒരുത്തനുണ്ട്, അവന് ജാടയാണ്, ക്യാമറയുടെ ഫ്രണ്ടിക്കൊന്നും വരില്ല. പക്ഷെ അവൻ്റെ വീട്ടിലാണ് നമ്മൾ തിന്ന് കുടിച്ച് കിടക്കുന്നത്. സിനിമ ഉണ്ട്, അവൻ്റെ സാധനം ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ ആ മുറിയിൽ ഒളിച്ചിരിക്കുന്നു, അവ അതിൻ്റെ അപ്പുറത്തുണ്ട്, പുറത്ത് വരില്ല. വരുന്നൊരു ദിവസം വരും. അവനിപ്പോൾ BBA ഗ്രാജുവേറ്റ് ആയി, അവനും ഇതേപോലെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ട്, അവിടെ സൈഡിലുണ്ടാവാൻ. അവ അതിൻ്റെ പുറത്തിറങ്ങില്ല. പത്രമൊക്കെ തന്നെ. ഇനി ഞങ്ങൾ കിടന്നുറങ്ങട്ട. സിനിമ കഴിഞ്ഞ് പിന്നെ അടുത്ത സിനിമ കണ്ട് അവസാനം കിടന്നത് എത്ര മണിക്കാന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. എപ്പോഴോ കിടന്നു, എപ്പോഴോ ഉറങ്ങി. ഇനിയിപ്പോൾ നേരെ പോകണം. ഇനി കൃത്യം 1 മണിക്കൂറുണ്ട് എൻ്റെ ഷിഫ്റ്റ് തുടങ്ങാനായിട്ട് ക്ലിനിക്കിൽ. ഞാൻ മാത്രമേ എണ്ണിട്ടുള്ളൂ. ഒരുത്തന്തേ ഇവിടെ കിടക്കണ്, അവനാണെങ്കിൽ എണ്ണിട്ടും കൂടിയില്ല. അവന് 12 മണിക്ക് ഷിഫ്റ്റ്, മറ്റവന് എത്ര 10 മണിക്കാണ്, ബട്ട് രാത്രി എപ്പോഴോ ഷിഫ്റ്റ്. അവനകത്താണ് ഒരു ഒറ്റക്കെട്ടില്ല, സിംഗിൾ ബെഡ്. അപ്പോൾ അവൻ അവിടെ കിടന്നു. ഞങ്ങൾ 2 പേരും സോഫയിൽ നിന്ന് വലിഞ്ഞ് മുറുകി ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ച, പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇവിടെ ഒരു പ്രിഡേറ്റർ ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞി രമണേട്ടൻ. ചക്കര അതെ, ചക്കര. അപ്പോൾ ആശാൻ ഇവിടെ ഉണ്ട്. ആശാൻ നമ്മുടെ രാത്രി മുഴുവൻ നമ്മുടെ മേത്തക്കൂടെ ഓടും എന്നുള്ള യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചുരുണ്ടും കൂടി ഇങ്ങോട്ട് കിടന്നുറങ്ങി. ഇനി എന്തായാലും ചലിക്കട്ടെ. ഇവിടെ നിന്ന് നേരെ ക്ലിനിക്കിലേക്ക് ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ കേസുകളൊക്കെ കണ്ടു, കുറേ ബ്ലഡ് സാമ്പിളുകളും കാര്യങ്ങളൊക്കെ എടുത്തു. ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ ഫ്യൂസായി പോയി. ഇന്നലെ കിടന്നപ്പോൾ 4 മണി 5 മണി കണ്ടായി. ഇങ്ങടേക്ക് 8 മണിയായപ്പോൾ എനിക്ക് വരികയും ചെയ്തു. ഉറങ്ങാത്തതുകൊണ്ട് ബോധം പോയി തുടങ്ങി. ഇനിയിപ്പോൾ അധികം കേസിൽ ഞാൻ പോസ്റ്റ് ഇട്ട് നിൽക്കാനാണ് എൻ്റെ പ്ലാൻ. കാരണം നമ്മൾക്ക് കോൺഷ്യസ് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ജീവൻ വരെ കയ്യിൽ നിന്ന് കളയാൻ പറ്റും. അതുകൊണ്ട് ഇത്രയും നേരം ബോധത്തോടുകൂടി നിന്നു. ബോഡീനെ പരമാവധി ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തി. ഇനി നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും കയ്യിൽ നിൽക്കൂല. കണ്ണൊക്കെ ഫ്യൂസായി തുടങ്ങിയതേ കണ്ടില്ലേ. അപ്പം ഇനി എത്രയും വേഗം ഇവിടുത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോകണം. ഇന്ന് യൂഷ്വലായിട്ട് വരുന്ന പോലെ കേസുകൾ വരുന്നു, ചെക്ക് ചെയ്യുന്നു, സാമ്പിൾ എടുക്കുന്നു, സാമ്പിൾ കൊണ്ടുപോയി കൊടുക്കുന്നു, മുതലായ പരിപാടികൾ. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാനിന്ന് പോയിട്ടില്ല. ഹാർട്ടിൻ്റെ പരിപാടികൾ കാണാനൊന്നും പോയിട്ടില്ല. ഇന്ന് മൊത്തം ഞാനിവിടെ ന്യൂറോളജിയിലും ആംബുലേറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് ആസ് ഹൗ ഇറ്റ് ഈസ്. എന്തെങ്കിലും ആവട്ടെ. ഉറക്കപ്പിച്ചാലേ വരുന്നില്ല ഗ്രാമറൊന്നും. അപ്പം അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. ഇന്നിനിപ്പോൾ എന്ത് നടക്കുമെന്ന് നോക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. പിന്നെ നാട്ടിൽ നിന്നൊക്കെ നിങ്ങൾ മെഡിസിനാണ് പഠിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ തെത്ത് ഇവിടെ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നാട്ടിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ റേറ്റ് കൂടുതലാണ്. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. കാരണം ഇവിടെ നാട്ടിലേക്കാൾ ഒരു 5000-10000 രൂപ കൂടുതൽ വരുന്നുണ്ട്. ചാത്തിന് കുഴപ്പമില്ല, പക്ഷേ നല്ല സാധനത്തിന് നല്ല വില കൊടുക്കേണ്ടി വരും. അതിലും വേറെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരുന്നതാണ്. നാട്ടിൽ ഞാനിതിന് വില കൊടുത്തില്ല എന്നല്ല, നാട്ടിൽ മേടിച്ചപ്പോൾ 10000 കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ തന്നെ.